friends, welcome back to English Ladder. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്നിപ്പോൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ ട്രാൻസ്ലേഷൻ സീരീസ് ചെയ്തു, പ്രൊനൗൺസിയേഷൻ സീരീസ് ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കുന്നു, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണല്ലേ ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനം പിടിക്കാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ യൂസേജസ് അല്ലെങ്കിൽ ഫ്രേസസ് ഇത് തന്നെ ഒരു നേറ്റീവ് സ്പീക്കർ അല്ലെങ്കിൽ തനി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ എങ്ങനെ യൂസ് ചെയ്യും, അതായത് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ തന്നെ മറ്റൊരു രീതിയിൽ ഒരു ഇംഗ്ലീഷുകാരൻ എങ്ങനെ യൂസ് ചെയ്യുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ? അതെനിക്ക് മനസ്സിലായി, പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂസേജ് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി, ആളുകളെയൊക്കെ കാണാൻ തുടങ്ങി, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ഒരാൾ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എന്തായി, കുറേ നാളായാലോ കണ്ടിട്ട്, എവിടെ, കാണാനില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പറയും. ഓ, വേർ ഹാവ് യു ബീൻ, ഐ ഹാവൻ സീൻ യു ഇൻ ഏജസ് എന്നൊക്കെ പറയുമല്ലേ. നിങ്ങളതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ മലയാളത്തിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമോ? വളരെ കാലമായല്ലോ കണ്ടിട്ട്, നിങ്ങൾ എവിടെയായിരുന്നു, അല്ലെങ്കിൽ താങ്കൾ എവിടെയായിരുന്നു, കാണാൻ പറ്റുന്നില്ലല്ലോ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമോ? ഇല്ല. നമ്മൾ എന്താ ചോദിക്കുക? ആ, എവിടെയായിരുന്നു, കാണാനില്ലല്ലോ, എന്തായി, ഇവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ. അപ്പോൾ ഇത് തന്നെ ഒരു നേറ്റീവ് സ്പീക്കർ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ലോങ് ടൈം നോ സീ. ഇത് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കുറേ വാക്കുകൾ ചേർത്ത് വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ലോങ് ടൈം നോ സീ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയോ നമ്മുടെ റിലേറ്റീവ്സിനെയോ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എക്സൈറ്റ്മെൻറ്റിന് നമ്മൾ പറയുന്നതാണ് ലോങ് ടൈം നോ സീ. അപ്പോൾ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു നേറ്റീവ് സ്പീക്കർ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണിത്, ലോങ് ടൈം നോ സീ. ഓക്കെ, അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട, ഓ ഇത് കറക്റ്റ് അല്ലല്ലോ, ഇതിൽ ഗ്രാമർ ഇല്ല. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ഇതിൽ ഇസ് എവിടെ, ആം എവിടെ, ആർ എവിടെ എന്നൊക്കെ ഓർത്ത് തല അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷെ അതൊന്നും നോക്കണ്ട, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്, ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ലോങ് ടൈം നോ സീ. അപ്പോൾ നിങ്ങൾക്കും ഇനി ഇത് യൂസ് ചെയ്യാം കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ, മീറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, അവരുമായിട്ടുള്ള കൺസേൺ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ലോങ് ടൈം നോ സീ, വേർ ഹാവ് യു ബീൻ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ബില്ല് കൊടുക്കുന്നത്? ഒരാൾ തന്നെ എല്ലാവരുടെയും കൊടുക്കുമോ, അല്ലെങ്കിൽ അവരവർ കഴിച്ചതിൻ്റെ അവരവർ കൊടുക്കുമോ? ഞാനൊക്കെ കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ ട്രീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ പൈസ തന്നെ അവരവർ കൊടുത്ത് എല്ലാം കൂടി ചേർത്താണ് ഞങ്ങൾ ബില്ല് പേ ചെയ്യാറുള്ളത്. പക്ഷേ ട്രീറ്റ് വരുന്ന ദിവസമൊക്കെ ഈ ഫ്രണ്ട്സ് വന്നിട്ട് പറയും ഐ വിൽ പേ ദ ബിൽ എന്ന് പറയും. ഞങ്ങൾ പൈസ എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയും വേണ്ട, നിങ്ങൾ ബില്ല് അടക്കണ്ട, ഞാൻ ബില്ല് കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് എങ്ങനെയാണ് പറയുക? ഐ വിൽ പേ ദ ബിൽ, ഡോണ്ട് ബോദർ, അങ്ങനെ പറയും അല്ലേ. പക്ഷെ ഒരു നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണ് പറയുക? ഹേയ്, ഇറ്റ്സ് ഓൺ മീ, ഡോണ്ട് ബോദർ, അങ്ങനെ പറയും. എന്താണ്? ഇറ്റ്സ് ഓൺ മീ. അപ്പോൾ ഐ വിൽ പേ ദ ബിൽ എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ഓൺ മീ എന്നാണ് നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഈ ഐ വിൽ പേ ദ ബിൽ എന്ന് പറഞ്ഞതും ഐ ഹാവൻ സീൻ യു ഇൻ ഏജസ് എന്ന് പറഞ്ഞൊക്കെ തെറ്റാണോ? ഏയ്, തെറ്റൊന്നുമല്ല. പക്ഷെ അത് നോർമൽ ഇംഗ്ലീഷാണ്, നമ്മൾ വളരെ ഫോർമലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ ഈ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഈ ഫോംസ് ഒക്കെ അത് അഡ്വാൻസ്ഡും അല്ല. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്? ഐ വിൽ പേ ദ ബിൽ എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ ബില്ല് കൊടുക്കാമെന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയുക? ഇന്നത്തെ ചിലവ് എൻ്റെ വക, അല്ലെങ്കിൽ ഇന്നത്തെ ഫുഡ് എൻ്റെ വക എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇറ്റ്സ് ഓൺ മീ, ഡിന്നർ ഇസ് ഓൺ മീ, ലഞ്ച് ഇസ് ഓൺ മീ, ഡോണ്ട് ബോദർ, ഐ വിൽ പേ ദ ബിൽ എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോവാം. ഇത് വിശപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജാണ്. നമ്മൾ വളരെ ഭയങ്കരമായിട്ടൊക്കെ വിശന്ന് കത്തിയിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മൾ വിശക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിശപ്പാണെങ്കിൽ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ കൂട്ടി എന്തെന്ന് പറയും? ഓ, വിശന്നിട്ട് കുടല് കാര്യമാണ്, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുള്ള എന്നൊക്കെ പറയല്ലേ. ശരിക്കും അതൊക്കെ ഉള്ളതാണോ? അല്ല.
വിശപ്പ് ഇച്ചിരി കൂടുതലാണ്, അത്രേ ഉള്ളൂ. ചില നേരം വിശപ്പില്ലായിരിക്കും, എങ്കിലും വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നില്ലാത്ത വിശപ്പൊക്കെ ആയിരിക്കും ഓടി വരുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കും വിശക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സാധാരണ പറയാം? ഐ എം വെരി ഹംഗ്രി എന്ന് പറയും അല്ലേ? നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഐ എം വെരി ഹംഗ്രി. പക്ഷേ ഇതൊരു നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണ് പറയുന്നത്? ഐ എം സ്റ്റാർവിങ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, വിശന്നിട്ട് കത്തിയിരിക്കുകയാണ്, വിശന്നിട്ട് കുടൽ കരിയുന്ന മണം വരുന്നു, ഇതിനൊക്കെ ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത് ഐ എം സ്റ്റാർവിങ് അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോൾ ഐ എം വെരി ഹംഗ്രി എന്ന് പറയുന്നതിന് പകരം ഐ എം സ്റ്റാർവിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോവാം. അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ഇതാണ്, ഐ എം ഓൾ ഇയേഴ്സ്. എന്താണത്? ഐ എം ഓൾ ഇയേഴ്സ്, എനിക്കെല്ലാം ചെവിയാണ്, അങ്ങനെയാണോ? അല്ല. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഏതാണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കല്യാണമൊക്കെ ആവാറായിട്ടോ, എന്തൊക്കെയാണ് വിശേഷമൊക്കെ അറിയണ്ടേ? അപ്പോൾ വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ പറഞ്ഞു തുടങ്ങി, അവിടെ നിന്ന് അവർ വരുന്നു, ഇവർ വരുന്നു, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിശേഷമൊക്കെ പറയുന്നതിൻ്റെ ഇടക്കും അവൾ എന്നെ നോക്കുന്നുണ്ടോ ഒന്ന് പോസ് ചെയ്തിട്ട്, നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു യാ ഐ എം ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം അത്? അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഐ എം ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐ എം ലിസ്ണിങ് ടു യു എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യാ ഐ എം ലിസ്ണിങ് ടു യു എന്ന് പറയുന്നതിന് പകരം യാ ഐ എം ഓൾ ഇയേഴ്സ് എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ കാതോർത്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഐ എം ഓൾ ഇയേഴ്സ് എന്ന് പറയാം. അങ്ങനെയാണ് ഒരു നേറ്റീവ് സ്പീക്കർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത യൂസേജിലേക്ക് പോവാം. അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ഐ എം ബ്രോക്ക്. എന്താ അത്? കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ഒടിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയാണോ? ഐ എം ബ്രോക്ക് അല്ല. അതായത് ഇപ്പോൾ നമുക്ക് ജൂലൈ മാസമാണല്ലോ ഇത്, ജൂലൈ മാസം ഒരു പകുതിയൊക്കെ എത്തി നിൽക്കുകയാണ് അല്ലേ? ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ അക്കൗണ്ടിൽ സാലറി വരും. ഇപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ പൈസ മാസം അവസാനം വരെ അങ്ങനെ തന്നെ കാണും. പക്ഷേ എല്ലാത്തിനും എപ്പോഴും പൈസയുടെ ആവശ്യം വരുന്നവരൊക്കെ ആണെങ്കിലോ മന്ത് എൻഡൊക്കെ ആകുമ്പോൾ എന്തായാലും അക്കൗണ്ട് കാലിയായിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ പൈസ ചിലവുള്ള കുറേ പരിപാടികൾ വരുന്നത്. ചിലപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും, അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരും, അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇതും പോരാനായിട്ട് ചില നേരം ചിലർ നമ്മുടെ അടുത്തൊന്ന് കടം ചോദിക്കും, കുറച്ച് പൈസ എടുക്കാനുണ്ടാവോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, 10ൻ്റെ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഇവരൊന്നും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇവരടുത്ത് പറയാം? ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ആലങ്കാരികമായിട്ടൊക്കെ പറയുന്നെങ്കിൽ എങ്ങനെ പറയും? 10ൻ്റെ പൈസ ഇല്ല കയ്യിൽ, പോക്കറ്റ് കീറിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോൾ ഇതൊരു നേറ്റീവ് സ്പീക്കർ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഐ എം ബ്രോക്ക്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയുന്നതിന് പകരം അവർ കൂടുതലും പറയുന്നത് ഏയ് മാൻ ഐ എം ബ്രോക്ക്, എൻ്റെ ഒന്നും പൈസ ചോദിക്കല്ലേ, അങ്ങനെയായിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയുന്നതിന് പകരം ഐ എം ബ്രോക്ക്, ഹേ ഡ്യൂഡ് ഐ എം ബ്രോക്ക് എന്നുള്ള ഒരു യൂസേജ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോവാം. എന്താണ് അടുത്ത യൂസേജ്? മേക്കപ്പ് യുവർ മൈൻഡ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മേക്കപ്പ് ഉണ്ട്, മൈൻഡുണ്ട്. അപ്പോൾ ഇത് മേക്കപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, മേക്കപ്പായിട്ട് ഇതിനൊന്നും ചെയ്യാനില്ല. അതായത് നമ്മളുടെ ലൈഫാണ്. നമുക്ക് ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ്. അപ്പോൾ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇത് വേണോ അത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്. അതിപ്പോൾ വലിയ കാര്യമാണെങ്കിലും ശരി, ചെറിയ കാര്യമാണെങ്കിലും ശരി. നമ്മൾ ഏറ്റവും ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോയി, ഒരു കടയിൽ ചെന്നു, അവർ കുറേ ഡ്രസ്സ് എടുത്തിട്ടു, നമ്മളെല്ലാം നോക്കി ഫിൽറ്റർ ചെയ്ത് അവസാനം നമുക്ക് 1, 2, 3 ഡ്രസ്സ് നമ്മൾ അവസാനമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു. പക്ഷെ നമുക്ക് 3 എണ്ണം വേണ്ട, അതിൽ 1, 2 മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം ചൂസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും പാടായിരിക്കും അല്ലേ? മിക്കവർക്കും അത് പറ്റുന്ന സംഭവമാണ്. എനിക്കൊക്കെ അത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പിന്നെ തീർന്നു, അവരുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവസാനം ഗതി കെട്ട് കഴിയുമ്പോൾ ഫ്രണ്ട്സ് വല്ലതും പറയും, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുമോ, ഒരു തീരുമാനം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നമ്മളോട് പറയുമല്ലേ? ഇപ്പോൾ ഇതൊരു നേറ്റീവ് സ്പീക്കർ ആണെങ്കിൽ എങ്ങനെ പറയും? മേക്കപ്പ് യുവർ മൈൻഡ്, പ്ലീസ് മേക്കപ്പ് യുവർ മൈൻഡ്. പക്ഷേ നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? യു ഹാവ് ടു ഡിസൈഡ്, പ്ലീസ് ഡിസൈഡ് സംതിങ്, അങ്ങനെ പറയും. പക്ഷേ നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണ് പറയുന്നത്? മേക്കപ്പ് യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നമ്മളിന്ന് 6 യൂസേജസ് ആണ് പഠിച്ചത്. നേറ്റീവ് ഇംഗ്ലീഷും നോർമൽ ഇംഗ്ലീഷും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ എന്തായാലും യൂസ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും നോക്കണ്ട, നേരെ കയറി അങ്ങോട്ട് ട്രൈ ചെയ്തോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ നെക്സ്റ്റ് വീക്ക് നിങ്ങളെ കാണാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.